വെൽക്കം ബാക്ക് ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്. നമുക്ക് ഇന്നൊരു റീഡിങ് എടുത്ത് നോക്കാം. ഒരു റിലേഷൻഷിപ്പ് റീഡിങ് ഓർ ലവ് റീഡിങ് ആണ് എടുക്കുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. ടൈംലെസ് ആയതുകൊണ്ട് എപ്പോൾ നിങ്ങളുടെ കൈകളിലെത്തുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ്. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ഓക്കെ, അപ്പം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം. അതൊരു റിക്വസ്റ്റാണ്, കാരണം അത് ആവശ്യമുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് രണ്ട് കൂട്ടർക്കും, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മൾ എടുക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ നിങ്ങൾക്ക് അനുഭവിച്ചിരുന്ന പല കാര്യങ്ങൾ, പല വിഷമങ്ങൾ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകണം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് വളരെയധികം മാറ്റങ്ങൾ വരുമോ എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും മാറ്റം, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അതായത് ഇനി ഫ്യൂച്ചറിലേക്ക് വരുന്ന മാറ്റങ്ങൾ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കാർഡ് നോക്കാം. 10 ഓഫ് സ്വോർഡ്സ് എന്നാണ്. അപ്പം നിങ്ങളുടേതാണ്, നിങ്ങളുടെ എനർജിയാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ എനർജി 10 ഓഫ് സ്വോർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ആരോ ചതിച്ചു എന്നാണ് കാണിക്കുന്നത്. അതായത് പിന്നിൽ നിന്ന് കുത്തി, നിങ്ങൾ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. അതായത് നിങ്ങളോട് സ്നേഹത്തിൽ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പുറത്ത് നിങ്ങൾക്ക് പിൻകുത്ത് കിട്ടിയിരിക്കുന്നു, ബാക്ക് സ്റ്റാബിങ് നടന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ അറിയുക പോലും ചെയ്യാതെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പം നമുക്ക് കോണ്ടാക്ട് ലെസ് വരുന്നത്, അല്ലെങ്കിൽ എന്നെ വിളിക്കാത്തത്, അല്ലെങ്കിൽ അതേമാതിരിയുള്ള വിഷയങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, പൂർണ്ണമായും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ പരം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലരെ അന്ധമായി വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് എന്ത് തന്നെ വന്നാലും നമ്മൾ അറിയില്ല അത്. കാരണം നമ്മുടെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ, നമുക്ക് കൊടുക്കാൻ അതേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്നത് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ നിന്നിരുന്നത്. അതാണ് നമുക്കിവിടെ ബാക്ക് സ്റ്റാബിങ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് നോക്കട്ടെ. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷനാണ്. തേർഡ് പാർട്ടി അവിടെ വന്നിരുന്നു, നിങ്ങൾ അറിഞ്ഞു പോലുമില്ല എന്നാണ്, നിങ്ങൾ അറിഞ്ഞതുപോലുമില്ല എന്നാണ് കാണിക്കുന്നത്. അതാണ് ആദ്യത്തെ കാർഡ് കാണിച്ചത്. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ട് എന്നൊരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കാം, പക്ഷേ അത് ഇത്ര ശക്തമായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൃദയം മുറിഞ്ഞു പോയിരിക്കുന്നു എന്നാണ്. വളരെയധികം ഹൃദയം മുറിഞ്ഞു പോയിരിക്കുന്നു, അല്ലെങ്കിൽ വളരെയധികം വേദന സഹിച്ചിരിക്കുന്നു. ആര് സഹിച്ചിരിക്കുന്നു? ഫസ്റ്റ് കാർഡ്, മെയിൻ കാർഡ് നിങ്ങളുടേതാണ്. ഇനി വരുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കാർഡാണ്. ഇവിടെ നിന്ന് അദ്ദേഹം വിചാരിച്ച പോലെയുള്ള സംഭവങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. നമുക്ക് നോക്കാം. യെസ്, ഇവിടെ 5 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. 5 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ തമ്മിൽ അടിയാണ്. നിങ്ങളെ ചതിച്ചിപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു നല്ല രീതിയിലുള്ള ഒരു ജീവിതമൊക്കെ നമുക്ക് നയിച്ച് സുഖമായിട്ട് കൊണ്ടുപോകാം എന്നാണ് കരുതിയത്. പക്ഷെ നടന്നില്ല. കാരണം ഇവിടെ പ്രതീക്ഷിച്ചൊന്നുമല്ല നടന്നത്. അവിടെ വാക്പോരുകൾ, വിമർശനങ്ങൾ, അടി, വഴക്ക്, അടി എന്ന് പറഞ്ഞാൽ കയ്യാങ്കളിയിൽ വരെ എത്തി എന്ന് തന്നെ നമുക്ക് ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. അത്രയ്ക്കും പ്രശ്നങ്ങളാണ് അവിടെ വന്നിരുന്നത്. പിന്നെ വന്നിരിക്കുന്ന കട 5 ഓഫ് സ്വോർഡ്സ് ആണ്. 5 ഓഫ് സ്വോർഡ്സ് എന്ന് പറയുമ്പോഴത്തേനാണ് വളരെ നിരാശനായിപ്പോയി എന്നുള്ളതാണ്. കാരണം ചില വിചാരിച്ച ഒന്നും നടന്നില്ല, നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തി എന്നുള്ള ആ ഒരു വേദന, ലോസ് ഫീൽ ചെയ്യുന്നു എന്നാണ്. വളരെയധികം സങ്കടത്തിലാണ്, നിരാശയിലാണ്, വേദനയിലാണ്. ഞാൻ ചെയ്ത എൻ്റെ തെറ്റുകൾക്ക് ഉള്ള ശിക്ഷ ഞാൻ അനുഭവിക്കുന്നു ഇപ്പോൾ എന്ന്, അല്ലാതെ നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ദ ഹാങ്ഡ് മാൻ കിട്ടി. ദ ഹാങ്ഡ് മാൻ വളരെയധികം ആലോചിക്കുകയാണ്, ശാന്തമായി ആലോചിക്കുകയാണ്. എന്താണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൻ്റെ ഗൗരവം എന്താണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ അദ്ദേഹത്തെ വിട്ടുപോകും എന്ന്, അല്ലെങ്കിൽ അദ്ദേഹം എന്ന് ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ അവർക്ക് മാത്രം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, സ്ത്രീകൾക്ക് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മെയിൽ ഓർ ഫീമെയിൽ നിങ്ങൾ തിരിച്ചെടുക്കണേ. നിങ്ങളുടെ പാർട്ട്ണർ ആരോ അവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ,
അപ്പോൾ ആ ആൾ വിചാരിച്ചിട്ടില്ല എനിക്കിത് ഒരിക്കലും പിന്നെ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഇത് എന്നും ശാശ്വതമാണ്, എനിക്ക് എന്നും കിട്ടുന്നതാണ്, അല്ലെങ്കിൽ എന്നിൽ നിന്നൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല എന്ന് ചിന്തിച്ചു പോയി എന്ന് കാണിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ ശാന്തമായി ആലോചിക്കുകയാണ്. എൻ്റെ തെറ്റുകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ എനിക്കിനി തിരിച്ച് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചും ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദ ഹെറോഫൻറ്റ് എന്ന കാർഡാണ്. ഇപ്പോൾ വളരെ സ്പിരിച്വലി ഉയർന്നിരിക്കുന്നു ആൾ എന്നാണ്. ഒരുപാട് പഠിച്ചു, ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിരിക്കുന്നു എന്നാണ്. നമ്മുടെ ആദ്യം നമ്മൾ പിന്നെ നേരത്തെ എടുത്ത ആ കാർഡിലും ഒരു പ്രകാശമാണ്. അപ്പോൾ അവർക്ക് നല്ല നല്ല ചിന്തകൾ വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അതായത് ഹാങ്മാൻ വന്നപ്പോൾ പിന്നെ ഒരുപാട് ചിന്തകൾ വന്നിരിക്കുന്നു, നല്ല നല്ല ചിന്തകൾ വന്നിരിക്കുന്നു, നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ സ്പിരിച്വലി പിന്നെ എവൈക്കനിങ്ങിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ചില ഹെറോഫൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വളരെയധികം ഇൻറ്റ്യൂട്ടീവ് പവർ അയാളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ്. ദൈവികമായ ചില സന്ദേശങ്ങൾ അയാൾ അനുസരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ ചെയ്ത എൻ്റെ തെറ്റുകൾ തിരുത്തണമെന്നാഗ്രഹിക്കുന്നു. അതിനിപ്പോൾ ഈശ്വരൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നല്ല കാര്യം, അത് വളരെ നന്നായി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കാർഡും കൂടെ നോക്കട്ടെ. നൈറ്റ് ഓഫ് വാൻസ്. ഇപ്പോൾ നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സമയമാണ്. നിങ്ങൾക്ക് നല്ല സമയം എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചുവോ അതെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. കാരണം നിങ്ങളിവിടെ ഈ ആദ്യത്തെ കാർഡ് നമ്മൾ കണ്ടു, ഫസ്റ്റിൽ നമ്മൾ കണ്ട ഈ കാർഡ് നമുക്ക് ഇത് രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങളെ ബാക്ക് സ്റ്റാപ്പ് ചെയ്ത് പോയി എന്ന് വെച്ച് നിങ്ങൾ തളർന്ന് അവിടെ ഇരുന്നില്ല എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലെവലിലേക്ക് പോയി, നിങ്ങളുടെ കർമ്മത്തിലേക്ക് പോയി, നിങ്ങളുടെ കർത്തവ്യത്തിലേക്ക് പോയി. നിങ്ങൾ ടാരോട്ട് റീഡിങ്സ് കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളായിരിക്കണം മിക്കവാറും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടാരോട്ട് കാർഡ് റീഡിംഗ് കൊണ്ട് നിങ്ങൾക്ക് നമ്മളിപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നമ്മൾ ഇത് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു വ്യൂവേഴ്സിന് കിട്ടുന്ന ഒരു ഗുണം, നമ്മൾ ചില അബദ്ധധാരണകൾ വെച്ച് പുലർത്തി നമ്മുടെ ലൈഫിനെ നശിപ്പിക്കാതെ നമ്മൾക്ക് ശരിയായ ഒരു പാത നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു ടാരോട്ട് റീഡേഴ്സ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ വളരെയധികം വേദനയിലും വിഷമത്തിലും നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു മാർഗനിർദ്ദേശം നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പിന്നെ പണ്ടൊക്കെയാണ് നമ്മൾ ആത്മഹത്യയൊക്കെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഈ കാര്യത്തിൽ വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ അത് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത് നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള കാര്യങ്ങളിലൂടെ വരുന്നു, കിട്ടുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക, ഇത് ഈ മെസ്സേജ് നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റുന്നൊരു കാര്യമല്ല അല്ലേ. നമ്മുടെ ഈ വിഷമങ്ങളൊക്കെ നമുക്ക് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു നടക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു ശരണം, ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുന്ന ആൾക്കാർ ആ രീതിയിലൊക്കെ നമ്മളോട് സംസാരിക്കാറുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതിപ്പോൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. ഡിവൈൻ നിങ്ങളിലേക്ക് ഇത് എത്തിച്ചു തരുന്നു, അത് ഇവിടെ സാധിക്കുന്നു എന്നാണ്. നിങ്ങൾ സെൽഫ് ലെവലിലേക്ക് പോയിരിക്കുന്നു. ആ സെൽഫ് ലെവലിലൂടെ നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിലേക്ക് കടന്നിരിക്കുന്നു, ഈശ്വരനിലേക്ക് നിങ്ങൾ പോയിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മറ്റേ നിങ്ങളുടെ സ്നേഹം മുഴുവൻ നിങ്ങൾ കൊടുത്ത മറ്റേ അതർ പാർട്ടിക്കായിരുന്നു കൊടുത്തത്, മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളതല്ല ചെയ്യുന്നത്. നിങ്ങൾ ചെയ്തത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി. എന്നെ വേണ്ടാത്തവൻ ഇട്ടിട്ട് പോയെങ്കിൽ, ചതിച്ചെങ്കിൽ പൊയ്ക്കോട്ടെ. യെസ്, അതാണ് വേണ്ടത്. പൊയ്ക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ലൈഫ്, എനിക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കണമല്ലോ അല്ലേ? അപ്പോൾ അത് നിങ്ങളിവിടെ ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ കാർഡ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം വരുന്നു, ഒഴുകി വരുന്നു, നിങ്ങളിലേക്ക് ഒഴുകി വരുന്നു. കാരണം ഡിവൈൻ നിങ്ങളെ അത്രയും നിങ്ങൾ പിന്നെ എന്താ പറയുക ബ്ലെസ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. ദ 8 ഓഫ് പെന്റക്കിൾസ്. നിങ്ങൾ വളരെ കർമ്മ കുശലതയോടുകൂടി നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായാലും നിങ്ങൾ എന്തൊക്കെ തന്നെ കാര്യങ്ങൾ ആണ് നിങ്ങൾ ആഗ്രഹിച്ചത് എങ്കിലും നിങ്ങൾക്ക് അതെല്ലാം ലഭിക്കുന്നു എന്നാണ് നമുക്ക് ഈ കാർഡ്സ് നമ്മളെ
കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി അടുത്ത കാർഡ് നമുക്ക് നോക്കാം. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ലവേഴ്സ് ഒന്ന് മറച്ചു വയ്ക്കുകയാണ് കേട്ടോ. ലവേഴ്സ് ഇത് അത്രയ്ക്കും പ്രശ്നമൊന്നുമില്ല എങ്കിലും ഇനിയിപ്പോൾ ന്യൂഡിറ്റി എന്ന് പറഞ്ഞൊരു പ്രോബ്ലം വരും ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ മടിക്കുന്നത്. ലവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. ലവേഴ്സ് കാർഡ്, ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ആഗ്രഹിച്ച പ്രണയം, ജീവിതത്തിൽ എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിച്ചത്, ആ ആഗ്രഹിച്ചത് മൊത്തം നിങ്ങൾക്ക് വരുന്നു എന്നാണ്. അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ധനം കടന്നു വരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ കരിയർ ആയിരിക്കാം, നിങ്ങളുടെ കരിയർ, ഫിനാൻസ് ഒക്കെ നല്ല നിലയിലേക്ക് വരുന്നു. നിങ്ങളുടെ പ്രണയം നിങ്ങളിലേക്ക് വരുന്നു. ഇവിടെ നിരാശപ്പെട്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വളരെയധികം നിരാശയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇന്നലെ നമ്മളെടുത്ത കാർഡ്സും ഇങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെയായിരുന്നു ഇവിടെയും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് വേണോ വേണ്ടയോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരിക്കൽ നിങ്ങളെ ചതിച്ചു പോയ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് സ്വീകരിക്കണോ വേണ്ടയോ നിങ്ങൾക്ക് തീരുമാനിക്കാം. വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഏച്ച് വെച്ചാൽ മുഴച്ചിരിക്കും എന്ന പോലെയാണ്. ചിലരുണ്ട് അത് തന്നെ മതി എനിക്ക്, ഞാൻ ഇതല്ലാതെ എനിക്ക് വേറൊന്നും വേണ്ട എന്നാണ്. ഇവിടെ പ്രണയം തിരിച്ചു വരുന്നു, സാമ്പത്തികം തിരിച്ചു വരുന്നു, നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും നിങ്ങൾ തിളങ്ങാൻ പോകുന്നു എന്നൊക്കെയാണ് കാണിക്കുന്നത് കേട്ടല്ലോ. അപ്പം നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്കാണുള്ളത്. നമ്മൾ ടാരോട്ട് റീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് തീരുമാനമൊന്നുമില്ല. അവർക്ക് തീരുമാനമല്ല, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.